ശ്രീനിവാസനും തിലകനും യാത്ര ചെയ്യുമ്പോൾ പറയുന്നുണ്ട് നമ്മുടെ രണ്ടിന്റെ ശബ്ദം ഒരുപോലെയാണ്. എന്നാൽ പാലക്കാട്ട് വി രാജേഷിന്റെ എം രാജേഷിന്റെ ശബ്ദം ഒരുപോലെയല്ലായിരുന്നു സാർ. ഒന്ന് തന്നെ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോ നിങ്ങൾ എന്നെ വിളിച്ചത് വെരുത്തനെന്നാണ് സാർ. കാസർഗോഡ് മത്സരിച്ച് കണ്ണൂരുകാരനായ എ കെ ഗോപാലൻ അദ്ദേഹം പാലക്കാട് മത്സരിക്കുമ്പോ വെരുത്തനല്ല സാർ. കണ്ണൂരുകാരനായ ശ്രീ ഇ കെ നായനാർ അദ്ദേഹം പാലക്കാട് മത്സരിക്കുമ്പോ അദ്ദേഹം വെരുത്തനല്ല സാർ. ഇനിയും നിങ്ങൾ മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തി ഗ്രൂപ്പിസത്തൊക്കെയാണല്ലോ സംസാരിച്ചത്. നിങ്ങൾ മാരാരിക്കുളത്ത് മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തിയ ശ്രീ വി എസ് അച്യുതാനന്ദൻ പാലക്കാട് വരുമ്പോ അദ്ദേഹം വെരുത്തനല്ല സാർ. മലപ്പുറംകാരനായ ഇ എം എസ് നമ്പൂതിരിപ്പാട് പാലക്കാട് മത്സരിക്കാൻ വരുമ്പോ അദ്ദേഹം വെരുത്തനല്ല സാർ. ഇനി എന്നെ വെരുത്തനെന്ന് വെച്ചതാരാ? ശ്രീ എ കെ ബാലൻ. കോഴിക്കോട് നാദാപുരംകാരനായ ശ്രീ എ കെ ബാലൻ ഒറ്റപ്പാലത്തും കുഴൽമന്നത്തും തരൂരും മത്സരിച്ച ആ ബാലേട്ടനാണ് എന്നെ വെരുത്തനെന്ന് വിളിച്ചത്. ആ ബാലേട്ടന്റെ ശബ്ദം കോറയിട്ട് കൊടുത്തതാരാണ്? കോറസ് കൊടുത്തതാരാണ്? ശ്രീ കെ സുരേന്ദ്രൻ. കോഴിക്കോടുകാരനെ അദ്ദേഹം ഇനി മത്സരിക്കാൻ കേരളത്തിൽ ഒരു ജില്ലയും ബാക്കിയില്ല സാർ. കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ CPM ജില്ലാ സമ്മേളനത്തിലെ നിങ്ങളുടെ ഒരു പരാമർശം എന്നെ ഏറെ വേദനിപ്പിച്ചു. ആ പരാമർശത്തിൽ നിങ്ങൾ പറഞ്ഞത് ശ്രീ എ റഹീമിനെ രാജ്യസഭാ മെമ്പറാക്കിയത് ഒരു തെറ്റായി ഒരു പ്രയോജനമില്ല എന്ന. ദയവ് ചെയ്ത് അങ്ങിടപെട്ടിട്ട് ആ പരാമർശം പിൻവലിക്കണം. എ റഹീമിനെ രാജ്യസഭാ മെമ്പറാക്കിയത് നിങ്ങൾക്ക് പ്രയോജനമില്ലെങ്കിലും ഞങ്ങൾക്ക് വലിയ പ്രയോജനമാണ് സർ. അദ്ദേഹം പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് ആദ്യത്തെ ആഴ്ച എത്താത്തപ്പോൾ എനിക്ക് വലിയ നിരാശയുണ്ടായിരുന്നു. പക്ഷെ രണ്ടാമത്തെ ആഴ്ച അദ്ദേഹം എത്തി. അദ്ദേഹം എത്തിയത് കൊണ്ടാണ് തൃക്കാക്കരയ്ക്കും പുതുപ്പള്ളിക്കും വടകരയ്ക്കും ശേഷം പാലക്കാട് ജോറായി മാറിയത്. ഇതിനെപ്പറ്റി ഞാൻ പറയാനുള്ള കാരണം വെഞ്ഞാറമ്മൂട് ഇരട്ട കൊലപാതകം ശ്രീ റഹീമായിരുന്നല്ലോ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ്. അതിന്റെ പുതിയ കണ്ടെത്തൽ വന്നിട്ടുണ്ടല്ലോ സാർ. ആദ്യ പ്രതിയായി സാർ. എന്താ സാർ നിങ്ങൾക്ക് മിണ്ടാട്ടമില്ലാത്തത്? നിങ്ങളുടെ രണ്ട് സഹപ്രവർത്തകരല്ലേ ഹക്കും മിഥുരാജും? ആ ഹക്കിനെ മിഥുരാജിനെ കൊന്ന കേസിലെ പ്രതികളാരാണ് എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കട്ടെ. ഞങ്ങളുടെ രണ്ട് സഹപ്രവർത്തകർ ശരത് ലാലും കൃപേഷും കൊല്ലപ്പെട്ടപ്പോ അതിനകത്തെ പ്രതികളായ CPM നേതാക്കന്മാർ അവരുടെയൊക്കെ വീട്ടിൽ കല്യാണവും മരണവും അടക്കമുള്ള വിശേഷം ഉണ്ടാകുമ്പോൾ പോലും പുറത്തിറക്കാത്ത രീതിയിൽ ഞങ്ങൾ ജാഗ്രതയോടുകൂടി നിയമപോരാട്ടം നടത്തിയവരാണ്. ആ അഭിമാനബോധത്തോടു കൂടിയിട്ടാണ് സാർ പറയുന്നത്. ഈ പാലക്കാട്ടെ പറ്റി പറയുമ്പോ ഒരു തുള്ളി വെള്ളത്തിന് പൊന്നും വില കൊടുക്കുന്ന പാലക്കാടൻ ജനത, ആ പാലക്കാടൻ ജനതയ്ക്ക് അവിടെ ജലചൂഷണത്തിന് വേണ്ടി ഒയാസിസ് എന്ന് പറഞ്ഞൊരു കമ്പനിയെ പറഞ്ഞയച്ചിരിക്കുകയാണ് സാർ. ആ കമ്പനിയെ പറഞ്ഞയച്ചിരിക്കുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിന് ചെലവഴിച്ച പണത്തിന്റെ ഉപകാരസ്മരണയ്ക്ക് വേണ്ടിയിട്ടാണോ? മാനേജിംഗ് ഡയറക്ടർ കള്ളപ്പണ കേസിൽ പ്രതിയായിട്ടുള്ള പഞ്ചാബ് സർക്കാർ നിരോധിച്ച ഡൽഹിയിൽ മദ്യകുമതിയിൽ പങ്കാളിയായ ആ കമ്പനിയെ പറ്റി ഇറക്കിയിരിക്കുന്ന ഉത്തരവൊന്ന് വായിച്ചു നോക്കണം സാർ. ആ കമ്പനിയെ പറ്റി പാടിപ്പോറ്റുന്ന ശ്രീ എം രാജേഷിനെ കാണുമ്പോ ശ്രീ പിണറായി വിജയന് പൂവാർവി നമ്പൂതിരി പോലെയാണ് ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിക്ക് ശ്രീ എം രാജേഷ് എന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് സാർ. പാലക്കാടിനോടടക്കം കാണിക്കുന്ന അവഗണന, ആ അവഗണന ഈ സർക്കാരിന്റെ നയമായി മാറ്റുമ്പോ ഈ നന്ദി പ്രമേയത്തെ ഞാൻ എതിർക്കുകയാണ്.